എഡ്വിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും സുഖവും സന്തോഷവും ഒക്കെ ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഡെയിലി വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം ഒത്തിരി പേരുണ്ട്. ഞാനിപ്പോൾ പ്രത്യേകം പേരെടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും അറിയാലോ ആരൊക്കെയാണ്. കണ്ടിന്യൂസ് വീഡിയോ കണ്ട് നമ്മുടെ അതിൻ്റെ വീഡിയോസിൻ്റെ പോസിറ്റീവ് ആസ്പെക്റ്റും നെഗറ്റീവായിട്ടുള്ള ആസ്പെക്റ്റും പറഞ്ഞു തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണ ഒത്തിരി പേരുണ്ട്. ഒത്തിരി സന്തോഷം കേട്ടോ. അത് സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ എന്നത്തെ വീഡിയോ ഒരു ഡിഫറെൻ്റ് ആയ വീഡിയോ ആണ്. ഇന്ന് വലിയ പണിയൊന്നും ചെയ്യാനുള്ള മൂഡൊന്നും എനിക്കില്ലായിരുന്നു കേട്ടോ. അപ്പോൾ വലിയ പണിയും കാര്യങ്ങളൊന്നും ഇല്ല, തീറ്റ മാത്രമേ ഉള്ളൂ. അതും ഒന്ന് രസകരമാക്കണമല്ലോ. അപ്പോൾ ദേ ഞാൻ ഈ കഴിക്കുന്നത് അബിയോ എന്ന് പറയുന്ന പഴാട്ടോ. അപ്പോൾ ദേ പൊന്നൂനും കൊടുത്ത് ഞാനും കഴിക്കാമെന്ന് വന്നിരുന്നപ്പോൾ പൊന്നൂന് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അതുകൊണ്ട് അവളും കഴിച്ചില്ല. ഇഷ്ടമായോ എന്ന് വെച്ചപ്പോൾ അവൾ ഇഷ്ടമല്ല എന്ന് തന്നെ പറഞ്ഞു. കണ്ണടച്ചാട്ടോ. അന്ന് അമ്മ ഇപ്പൊ ഒരു സൂത്രം എടുത്തോണ്ട് വരാം. കണ്ണടക്കുക, കണ്ണടക്ക, കണ്ണടക്ക. എന്താ ഇത്? നിന്റെ പേരെന്താ? ചാമ്പങ്ങ. ഇരിക്കവിടെ, ഇരിക്കവിടെ. അയ്യോ, കഴുകണം കഴുകണം, കഴുകണ്ടില്ല. അമ്മ പാത്രത്തിലെടുത്ത് കഴുകി തരാട്ടോ. തിന്നല്ലേ, നമുക്ക് തിന്നാനുള്ള കുറച്ചെടുക്ക്. കുറച്ചെന്ന് അതിന്റെ മൊത്തം ഇടണ്ട. ചുമയും ജലദോഷമൊക്കെ പിടിക്കുന്നേ. ഇതെവിടെന്നാ? അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് ചാമ്പയ്ക്ക് കിട്ടിയേക്കണേ കേട്ടോ. നമ്മുടെ ഇവിടെ ചാമ്പയുണ്ട്, പക്ഷെ അത് മൂത്ത് വന്നിട്ടില്ല. അപ്പൊ പൊന്നു ഉച്ച ത്യാഗമൊക്കെ സഹിച്ചിരുന്ന നമ്മ നല്ല സൂപ്പർ ആയിട്ട് ഉണ്ടാക്കി തരാം. കുരുവൊക്കെ കളഞ്ഞ് നല്ല മുളകൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് വേണ്ട കഴിക്കാൻ അങ്ങനെ കഴിക്കാൻ തരാം കേട്ടോ. കൊച്ചിനെ അറിയത്തില്ല പുഴു ഉണ്ടോന്നൊക്കെ ചെയ്യണ്ടോ. ഇങ്ങനെ പൊളിക്കുമ്പോ കുത്തുകുത്തൊക്കെ ഉണ്ടെങ്കിൽ പുഴുണ്ട്. കൊച്ചിനെ അറിയത്തില്ല, അമ്മ ചെയ്തോളാം. എല്ലാവരോടും ആയിട്ട് പറയും ഈ സമയത്ത് ചാമ്പങ്ങയൊക്കെ തിന്നുമ്പോ കെയർഫുൾ ആയിരിക്കണം. വേനലായതുകൊണ്ട് നന്നായിട്ട് പുഴുവൊക്കെ ഉണ്ടാവണ സമയം. ഇന്ന് വേറെ പണിയൊന്നും ചെയ്യാനൊരു മൂടില്ലായിരുന്നു. അത്യാവശ്യം നല്ല വെയില. അപ്പൊ വെയിലത്തേക്ക് ഇറങ്ങിയപ്പോ ഒരു പണിയും ചെയ്യാനൊരു മൂഡ് തോന്നിയില്ല. പൊന്നോ, പുഴു ഉണ്ടാവും, കൊച്ചിടല്ലേ. പരിപാടിക്കൊന്നും പോയില്ല കേട്ടോ. അപ്പൊ കുറച്ച് ചാമ്പങ്ങ കിട്ടി. അപ്പൊ അതങ്ങ് തിന്നാന്ന് വെച്ചു. പൊന്നു കണ്ടില്ലായിരുന്നു, പൊന്നിനെ കാണിക്കാണ്ട് ഞാൻ കൊണ്ടുപോയി വെച്ചേക്കുമായിരുന്നു. ഈ ചാമ്പങ്ങയില് ഒരു പുഴുവിനെ വരെ ഞാൻ കണ്ടില്ല കേട്ടോ. അങ്ങനെ കുത്തുകുത്തുള്ളതൊന്നും ഇല്ലായിരുന്നു, പുഴുവൊന്നും ഇല്ലായിരുന്നു. അതിന്റെ ഉപ്പിടണം, മുളകിടണം. അവിടെ ഇരിക്കും, വെയിറ്റ് ചെയ്യാൻ. ഇതല്ല ഇത്തിരി ത്യാഗം സഹിച്ചാലെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അങ്ങോട്ട് തിരിഞ്ഞിരിക്ക. എന്ത് നമ്മുടെ ഉപ്പൊക്കെ പാത്രം ഇവിടെ വയ്ക്കാം. എന്തൊക്കെ ഇട്ട് കൊടുക്കണ്ടേ? മുളകും ഉപ്പും. പൊന്നൂരും കൂടെ കഴിക്കാനുള്ളതുകൊണ്ട് ഇത്തിരി ഉപ്പായിട്ട് എടുത്തോളൂ. ഉപ്പിട്ടോ? പൊന്നു കേട്ടോ ഉപ്പാണ്. മതി മതി മതി. ഇനി എന്നാ ചെയ്യണ്ടേ? നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യണം. ഇതിൽ മുളക് പൊടിക്ക് പകരം നല്ല കാന്താരി നല്ല ചുവന്നുള്ളിയും കൂടെ അരിഞ്ഞിടുക കേട്ടോ. ഏറ്റവും ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ചെയ്താ. അപ്പം നിങ്ങളൊക്കെ കഴിക്കണമെങ്കിൽ അങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ ചെയ്യാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം മുളക് അരിഞ്ഞിടണം കണ്ടോ. ഓരോ കഷ്ണം മുളക് കണ്ട പൊന്നൂസ് പിന്നെ കഴിക്കാൻ വരില്ല, അതുകൊണ്ടാട്ടോ. നമുക്ക് എവിടെ പോയിരുന്ന കഴിക്കണ്ടേ? ഇവിടെ ഇരിക്കാം, ഇവിടെ ഇരിക്കാം. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? സൂപ്പർ. പൊന്നൂരിൻ്റെ കൂടെ അങ്ങനെ ഇരുന്ന് ചാമ്പങ്ങ കഴിച്ച സമയം എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ. അല്ലെങ്കിൽ അങ്ങനെ ചാമ്പങ്ങ ഇപ്പോൾ തിന്നിട്ട് ഉപ്പും മുളകും കൂട്ടി തിന്നിട്ട് ഒത്തിരി നാളായി. നമ്മുടെ കാന്താരി കൂട്ടി വയ്ക്കുകയാണെങ്കിൽ അടിപൊളി കേട്ടോ. കാന്താരിയും ചുവന്നുള്ളിയും കൂടെ വെക്കണം. പക്ഷെ അവൾക്ക് അങ്ങനെ ഓരോ കഷ്ണങ്ങൾ കിടക്കണ ഇഷ്ടമല്ലാത്തതുകൊണ്ടാട്ടോ ഞാൻ ഇടാത്തത്. അത്യാവശ്യം നല്ല എരിവൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമ്മുടെ പൊന്നൂസ് ഉണ്ടോ കഴിക്കണം കണ്ടോ. ഞാൻ എരിവുണ്ടോയെന്നൊന്ന് ചോദിച്ചു, അന്നേരം വന്ന് തലയാട്ടിട്ടോ. അപ്പോൾ ഇങ്ങനെ കഴിക്കണം, ഓരോ കാര്യം ചെയ്യണം. നല്ല കാന്താരിയും ചുമന്ന മുളകും ഉപ്പും കൂടെ കൂട്ടി ഒന്ന് കഴിച്ച് നോക്കിയിട്ട് കമൻസ് ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഇരുന്ന് തിന്നപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ടൈം പൊന്നൂൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ടൈം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ചാമ്പങ്ങ എന്ന ടൈം എന്ന് പറഞ്ഞാൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണ ടൈം ഇല്ലായിരുന്നു കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ ബാക്കി എല്ലാ ജോലി ഇങ്ങനെ കിടക്കുവാലോ, ഇതെങ്ങനെ ചെയ്ത് തീർക്കും, പൊന്നൂസിനെ നോക്കണം, അവൾ വഴക്കാണെങ്കിൽ നമ്മുടെ പണിയൊന്നും നടക്കില്ലല്ലോ, അങ്ങനെ ഓർത്താണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരുമാതിരി കഴിക്കണേ. പിന്നെ എന്തെങ്കിലും പണിയിലേക്ക് ഇറങ്ങി ആ പണിത്തിരക്കിനിടയ്ക്കായിരിക്കും ഉച്ചയ്ക്കത്തെ ലഞ്ച് കഴിക്കണേ. അപ്പോൾ എൻജോയ് ചെയ്ത് കഴിക്കണേ ഒരു നേരവും നമുക്കില്ലായിരുന്നു കേട്ടോ.
ഈവനിങ് കോഫിയുടെ ടൈം ആണെങ്കിൽ ഞാൻ മക്കൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കും. പക്ഷേ ആ ട്യൂഷൻ പിള്ളേർ വരാറാകുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു കട്ടൻ ചായ ഇട്ട് കുടിക്കും. അങ്ങനെയാട്ടോ എൻ്റെ ഈവനിങ് കോഫിയുടെ ടൈം എന്ന് വെച്ചാൽ. അപ്പം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത് എൻജോയ് ചെയ്ത് കഴിക്കണ ഒരു നേരവും ഇല്ല. എൻ്റെ മാത്രം കഥയല്ല കേട്ടോ അത്, മിക്ക വീട്ടമ്മമാരുടെയും പ്രശ്നമാണത്. സ്വന്തമായിട്ട് ജീവിക്കാൻ, അവനവന് വേണ്ടി ഒരു നിമിഷം ജീവിക്കാൻ പോലും സമയം കിട്ടാറില്ല. ഈ പണിത്തിരക്കിൻ്റെ ഇടയ്ക്കും ബാക്കി മക്കളുടെ കാര്യങ്ങൾ നോക്കും, അങ്ങനെയുള്ള വീട്ടിലെ ബാക്കി എല്ലാ പണികളും ചെയ്ത് തീർക്കുമ്പോൾ കേട്ടോ. പകല് 12 മണിക്കൂറുണ്ടല്ലോ. അപ്പം നമുക്ക് വേണ്ടി ജീവിക്കാനും നമ്മുടെ കാര്യങ്ങൾ നോക്കാനും നമ്മുടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയും നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയൊക്കെ കുറച്ച് സമയമെങ്കിലും നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കണം കേട്ടോ. കുറച്ച് നാളൊക്കെ കഴിയുമ്പോൾ ഒന്നിനും വയ്യാണ്ടാവുമ്പോൾ നമ്മൾ ഇത്ര നാളും എങ്ങനെ ജീവിച്ചു, എന്തിനു വേണ്ടി ജീവിച്ചു, നമുക്ക് വേണ്ടി ഒരു നിമിഷം പോലും ജീവിച്ചിട്ടില്ലോ എന്ന് ഓർക്കുമ്പോൾ പാഴായി പോയല്ലോ എന്ന് ഓർക്കാൻ ഇടയാവരുത്. കുടുംബത്തെ പോറ്റാൻ, മക്കളെ പോറ്റാൻ, ആ പണി ചെയ്യുമ്പോൾ ഈ പണി ചെയ്യുമ്പോൾ, അതുപോലെ മക്കളുടെ കാര്യങ്ങൾ നിറവേറ്റാൻ അവർക്ക് വേണ്ടി നെട്ടോട്ടം ഓടുമ്പോൾ, ഇവയ്ക്കെല്ലാം പുറമെ നമുക്ക് വേണ്ടി ഒരു 15 മിനിറ്റെങ്കിലും ചിലവഴിക്കാൻ ഓരോ ദിവസവും നമ്മൾ മറന്നു പോകരുത്. ഇന്ന് ഇത്തിരി നേരം ചുമ്മാ ഇരുന്നപ്പോഴാട്ടോ എനിക്ക് ഈ വക ചിന്തകളൊക്കെ ഓർമ്മയിൽ വന്നതാ. അത് നല്ലതാണെന്നും എനിക്ക് തോന്നി. നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? അപ്പം ഞാൻ വിഷയത്തിൽ നിന്ന് അല്പം കാട് കയറിയൊക്കെ പോയി. എന്നാലും വേണ്ടില്ല, ആർക്കെങ്കിലും ഒക്കെ ഉപകാരമായെങ്കിൽ ഉപകാരമായിക്കോട്ടെ കേട്ടോ. ഇതിനിടയ്ക്ക് പൊന്നൂസ് നല്ല എരിവാമെന്നും പറഞ്ഞ് ഞാൻ ആ എരിവുള്ള മാറ്റിയിട്ട് വേറെ എടുത്തുകൊണ്ട് വന്ന് കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പം അങ്ങനെ അവൾ കുറേയൊക്കെ തിന്നു കേട്ടോ. അപ്പം ഞങ്ങൾ എടുത്തത് ഏകദേശം ഫുള്ള് തീർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതിനിടയ്ക്ക് ഒന്ന് പറഞ്ഞോട്ടെ, എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരും, യൂട്യൂബിൽ കാണുന്നവർക്ക് എനിക്കൊരു ഫേസ്ബുക്ക് ചാനലും കൂടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർക്ക് അറിയത്തില്ലല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയാണ് പറയുന്നത്. നിങ്ങൾക്കൊരു വിരസമായിട്ട് തോന്നല്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് പേജ് LB മാത്യു കേട്ടോ. ആ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ പറ്റുന്നവരൊന്ന് ഫോളോ ചെയ്യണേ. അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ ഓൾറെഡി കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് യൂട്യൂബ് ചാനൽ ഒന്ന് കാണുന്നുണ്ടാവും. അപ്പോൾ യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് എഡ്വിൻസ് വൈബ്സ് കേട്ടോ. അപ്പോൾ ഫേസ്ബുക്കിൽ കാണുന്നവർക്ക് യൂട്യൂബ് ചാനൽ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യണേ. ഇങ്ങോട്ട് കാണാനല്ല കേട്ടോ ഞാൻ പറയണേ, നിങ്ങൾ ഏതെങ്കിലും ഒന്നിൽ കണ്ടാൽ മതി, പക്ഷെ മറ്റേ ഇതും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി, അത്ര കേട്ടോ ഞാൻ പറയണോളൂ. അപ്പോൾ ദേ റോട്ടിൽ കൂടെ പോണ വണ്ടികളും എല്ലാം ആൾക്കാരെയും ഒക്കെ കണ്ട് ദേ തിന്നു തീർന്ന് അറിഞ്ഞില്ല കേട്ടോ. അടുത്ത മക്കൾക്ക് വേണ്ടി ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കണേ. അപ്പം നമ്മുടെ ദോശയുടെ ഇഡ്ഡലിയുടെ ഒക്കെ സെയിം ബാറ്റർ അതുണ്ടാക്കണ സെയിം രീതി തന്നെ കേട്ടോ. അപ്പം ഞാൻ കുതിർത്തിയ അരിയും ഉഴുന്നും പിന്നെ കുറച്ച് ചോറും പാകത്തിന് ഉപ്പും വെച്ചൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഫൈനായിട്ട് അരച്ചെടുക്കണേ. അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ ദോശമാവിനേക്കാളും അല്പം ലൂസായിരിക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഇച്ചിരി ടേസ്റ്റിന് വേണ്ടി നമ്മുടെ സാധാരണ ജീരകം ഉണ്ടല്ലോ, നല്ല ജീരകം ഇച്ചിരി ഇട്ട് കൊടുത്തു. പിന്നെ പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇത്രയും കൂടെ ഇട്ട് കൊടുത്ത് ഒരൈറ്റം കൂടെ ഉണ്ട്, നമ്മുടെ ഒരു പിഞ്ച് സോഡാപ്പൊടി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയെടുക്കണേന്ന് ഓർക്കണം കേട്ടോ. അപ്പം നമ്മുടെ ബാറ്ററൊക്കെ റെഡിയാക്കാൻ തുടങ്ങിയതിന് മുമ്പ് തന്നെ ഞാൻ ഉണ്ണിയപ്പച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിരുന്നു കേട്ടോ. അപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇത് ഓരോ ഇങ്ങനെ കുഴിയും തവിക്ക് ഓരോ കുഴികളിലും ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാരാരെങ്കിലും ഇതിനു മുമ്പ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടണേ കേട്ടോ. സൂപ്പർ ടേസ്റ്റ് കേട്ടോ. ഇവിടെ മക്കൾക്ക് ദോശയും ഇഡലിയൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പിള്ളേരുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഒരു ബുദ്ധിമുട്ടും വേണ്ട, ഉണ്ടാക്കി വെച്ചാൽ മതി. പാത്രം കാലിയാവണേ അറിയില്ല കേട്ടോ. ബാറ്ററൊക്കെ എല്ലാ കുഴികളിലും ഒഴിച്ചിട്ട് ഫ്ലെയിം വെച്ച് ലോയിലേക്ക് ഇടണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് ഉള്ളു വേവാതെ വരുവേ. ഇത് നമ്മുടെ ചട്ടിയെ പിടിക്കുമെന്നുള്ള പേടി ആർക്കും വേണ്ട കേട്ടോ. ഇത് ഇത്തിരി അങ്ങ് ചൂടായി കഴിയുമ്പോഴത്തേക്കും തന്നെ അങ്ങ് വിട്ടുപോരും കേട്ടോ. അപ്പോൾ ഇത് ഞാനൊന്ന് മറച്ചിടുവാണ്. കണ്ട മാത്രയിൽ തന്നെ എന്ത് പറയണോ, അപ്പോൾ ഉണ്ടാക്കുമല്ലേ, സമയം കളയാതെ തന്നെ. ഏകദേശം ഒരു 5-6 മിനിറ്റ് വേണ്ടി വരും കേട്ടോ ഈ ഒരു യെല്ലോ കളറിലേക്ക് വരാം. അപ്പം നല്ല പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇതേ അന്നേരം ഞാൻ എടുക്കുവാണേ. ഈ ഒരു റെസിപ്പിയുടെ പേരൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതെന്ന് വെച്ചാൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, പുറമേ അകത്ത് നല്ല സോഫ്റ്റ് ആട്ടോ. എല്ലാവരും ഒന്ന് അപ്പോൾ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻസിലിടണം കേട്ടോ. അപ്പോൾ ഇതിനൊരു താമസമൊന്നും വരില്ല, ഞൊടിയിടയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മുടെ മക്കൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും, ഒരു ബുദ്ധിമുട്ടുമില്ല, ഉണ്ടാക്കി വെച്ചാൽ മാത്രം മതി. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈവനിങ് സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു പറയണം കേട്ടോ. അതാ
ഞാനിതൊന്ന് പൊളിച്ച് കാട്ടിത്തരാമേ. കണ്ടോ, നല്ല ആരൊക്കെ ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ടാട്ടോ ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് റിസൾട്ട് പറയണേ.